ഫ്രണ്ട്സ്, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ ലാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് റെസിസ്റ്റർ എന്ന് നോക്കാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ റെസിസ്റ്റൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മളിപ്പോൾ റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. അതിൽ വോൾട്ടേജും ആംബിയറും ഉണ്ടായിരിക്കും. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ ഒരു വാല്യൂ അനുസരിച്ച് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ആംബിയറിലാണ് കുറവ് വരുന്നത്, വോൾട്ടേജിലല്ല. അങ്ങനെ ആംബിയറിൽ കുറവ് വരുത്തിക്കൊണ്ട് നമ്മൾ സർക്യൂട്ടിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ റെസിസ്റ്ററിനെ ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജിന് വോൾട്ട്, കറണ്ടിന് ആംബിയർ എന്നെല്ലാം പറഞ്ഞിട്ട് യൂണിറ്റുകളുണ്ട്. അതേപോലെ തന്നെ റെസിസ്റ്ററിനുള്ള യൂണിറ്റാണ് ഓം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിഹ്നമുണ്ട്, ഒരു പോലെയുള്ളൊരു ചിഹ്നമാണ് ഓമിനുള്ളത്. അപ്പോൾ റെസിസ്റ്ററിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാർട്ടൂണാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം റെസിസ്റ്ററിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ മുകളിൽ തന്നെ ഒരു ചുവന്ന കളറ് സാധനമുണ്ട്, ഓം എന്ന് പറയുന്ന സാധനം. ഇത് ഈ ഒരു വലിയ പൈപ്പ് പോലത്തേന് കെട്ടിയിട്ട് ചെറുതാക്കുകയാണ്. ആ സമയത്ത് ഇതിലൂടെ വോൾട്ട് ആംബിയറിനെ തള്ളി അപ്പത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും റെസിസ്റ്ററിൽ നടക്കുന്നതും. നമ്മൾ റെസിസ്റ്റർ അവിടെ വെക്കുന്ന സമയത്ത് അതിലൂടെ വോൾട്ടേജ് കടന്നു പോകുമ്പോൾ അതിൽ ആംബിയറിനെ വോൾട്ടേജ് ശക്തമായിട്ട് അടിക്കുന്ന സമയത്ത് റെസിസ്റ്റർ ആംബിയറിനാണ് അവിടെ സ്ലോ ആക്കുന്നത്. വോൾട്ടേജിൽ മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ റെസിസ്റ്ററിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, അതിന് 4 ബാൻഡുകൾ. ഈ ഒരു ചിത്രത്തിലെ റെസിസ്റ്ററിന് 4 ബാൻഡുകൾ കാണാൻ സാധിക്കും, കളർ ബാൻഡുകൾ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള ഫിക്സഡ് റെസിസ്റ്റേഴ്സിനെല്ലാം പലതരത്തിലുള്ള കളറുകളിൽ ബാൻഡുകൾ ഉണ്ടാവും. ചിലതിന് 5, 6 അങ്ങനെ ഒരുപാട് ബാൻഡുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ചിത്രത്തിലുള്ളത് 4 ബാൻഡുള്ള റെസിസ്റ്ററാണ്. 4 ബാൻഡുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ളൊരു കളർ കോഡിങ് ചാർട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റത്തെ കളർ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിസ്റ്ററിലെ ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. ആ ഒരു ബ്രൗൺ ബാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ കളർ ചാർട്ടിൽ 1 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കൊരു 1 എഴുതാം. ഇനി അടുത്ത വാല്യൂ നോക്കാം. അടുത്തത് ഒരു ബ്ലാക്ക് ബാൻഡാണുള്ളത്. അപ്പോൾ ബ്ലാക്കിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഒരു 0 അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ബാൻഡ് നോക്കുകയാണെങ്കിൽ അതൊരു റെഡാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ റെഡ് സ്ക്വയർ എന്നുണ്ട്. ഇത് അർത്ഥമാക്കുന്നത് ഇപ്പോൾ 1 ബ്ലാക്കാണ് ഇവിടെയിലെ മൂന്നാമത്തെ ബാൻഡ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒന്നും മാറ്റമൊന്നും വരുത്തേണ്ടി വരില്ല. ഇനി ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂനെ 10 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 0 ആഡ് ചെയ്യേണ്ടി വരും. ഇനി റെഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 2 0 ആഡ് ചെയ്യാം. ഇനി ഓറഞ്ച് ആണെങ്കിൽ 3 0 അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. യെല്ലോ ആണെങ്കിൽ 4 0 ആഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇതിലകത്ത് റെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 0 കൂടി ആഡ് ചെയ്താൽ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. 1000 ഓം എന്നാണ് നമുക്കിതിൻ്റെ വാല്യൂ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിപ്പോൾ നമ്മൾ 3 ബാൻഡിൻ്റെ ആണ് നോക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഒരു ഗോൾഡൻ കളറിൽ 4മതൊരു ബാൻഡ് കൂടെ ഉണ്ട്. ഇത് ടോളറൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ബാൻഡാണ്. ഇപ്പോൾ ഇവിടെയുള്ളത് ഗോൾഡ് ആണെങ്കിൽ നമുക്ക് ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 5% പ്ലസ് ഓർ മൈനസ് ആണ് ഇതിൻ്റെ ടോളറൻസ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ 1000 ഓമിൽ നിന്ന് 5% മുകളിലേക്കോ താഴേക്കോ മാറാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ സിൽവർ ആണെന്നുണ്ടെങ്കിൽ അത് 10% ആയിരിക്കും. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇതുപോലെ ഗോൾഡ് സിൽവറൊക്കെ അവസാനം കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കി, ഇപ്പം നമുക്ക് കിട്ടിയത് 1000 ഓം എന്നാണ് കിട്ടിയത്. നമ്മൾ എഴുതുന്ന സമയത്ത് 1000, 10,000, ലക്ഷമൊക്കെ വരുന്ന സമയത്ത് ഒന്നിട്ട് ഒരുപാട് 0 എടുക്കുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് അവിടെ നഷ്ടമാവും. അതിന് പകരം നമുക്ക് എഴുതുമ്പോൾ ഈ 1000 ഓം എന്നുള്ളതിന് നമുക്ക് 1 കിലോ ഓം എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 1K ആണ്, കിലോൻ്റെ ഷോർട്ടായിട്ട് 1K ഓം എന്ന് എഴുതി കഴിഞ്ഞാൽ 1000 ഓമിന് തുല്യമായിരിക്കും. ഇനിയിപ്പോൾ 1000 കിലോ ഓം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1 മെഗാ ഓം എന്നാണ് പറയുക. അപ്പോൾ അതിന് 1 M ഓം എന്ന് എഴുതിയാൽ 1 മെഗാ ഓം ആയി. ഇനി അതല്ല 1000 മെഗാ ഓം എന്നുണ്ടെങ്കിൽ ഒരു ജിഗാ ഓം എന്ന് പറയും. 1 G ഓം എന്നാണ് അത് പറയുക. അപ്പോൾ ഇതൊക്കെ സാധാരണ റെസിസ്റ്റേഴ്സിൽ വരുന്ന വാല്യൂസ് തന്നെയാണ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് നോക്കാം. റെസിസ്റ്റർ പ്രധാനമായും ഒരു 5 ടൈപ്പിലാണുള്ളത്. ഇത് കൂടാതെ 2-3 ടൈപ്പ് കൂടി ഉണ്ട്. നമുക്കിപ്പോൾ പ്രധാനമായിട്ട് 5 ടൈപ്പാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആണ്.
രണ്ടാമത്തെ വേരിയബിൾ റെസിസ്റ്റേഴ്സ്, മൂന്നാമത്തേത് LDR ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, തെർമിസ്റ്റർ, 5 സർഫേസ് മൗണ്ട് റെസിസ്റ്റർ അഥവാ SMD റെസിസ്റ്റർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കളർ കോഡ് ചാർട്ടൊക്കെ വെച്ച് നോക്കിയത് ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ആണ്. ഇനി മറ്റ് റെസിസ്റ്റർ എന്താണ് നമുക്ക് നോക്കാം. അത് തന്നെ വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഇതിൽ പൊതുവെ അറിയപ്പെടുന്നത് പൊട്ടൻഷ്യോമീറ്റർ എന്ന പേരിലാണ്. അപ്പോൾ ഇതിൽ 3 ടെർമിനലാണുള്ളത്. ഒന്ന് VCC, നമ്മളെ പോസിറ്റീവ് കറണ്ട് കൊടുക്കുന്നത്. രണ്ടാമത്തത് നടുക്കിലെ പിന്നെ ഔട്ട്പുട്ട്. മൂന്നാമത്തേത് ഇത് നെഗറ്റീവ് പിന്നാണ്. അപ്പോൾ നമ്മളിതിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്ന സമയത്ത് ആ ഔട്ട്പുട്ടിലാണ് നമുക്കിത് തിരിക്കുന്നതിനനുസരിച്ച് ചേഞ്ച് വരുന്നത്. അടുത്തത് LDR ആണ്. LDR ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററുകളാണ്. ഇതിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരും. ഇനി അടുത്തത് നോക്കാം. ഇത് തെർമിസ്റ്ററുകളാണ്. തെർമിസ്റ്റർ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരാനായിട്ടാണ്. ഇതും 2 തരത്തിലുണ്ട്. NTC, PTC എന്ന് പറഞ്ഞ 2 തരത്തിലാണ് തെർമിസ്റ്ററുകളുള്ളത്. ഇനി SMD റെസിസ്റ്റേഴ്സ് നോക്കാം. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പുകളിലും മൊബൈൽ ഫോണുകളിലൊക്കെ. അതിൽ വലിയ റെസിസ്റ്റേഴ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ SMD റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറുതായിരിക്കും. അതിനാൽ തന്നെ മൊബൈൽ, ലാപ്ടോപ്സിലും കൂടാതെ ചെറിയ ചെറിയ ഡിവൈസുകളിലൊക്കെ നമ്മൾ SMD റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.